नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 62. ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു. പേജ് നമ്പർ 607. വർഷക്കാലത്തെ 4 മാസം കഴിഞ്ഞിട്ടും അനിരുദ്ധൻ മടങ്ങിയെത്താത്തതിനാൽ യദുവംശത്തിലെ അംഗങ്ങൾ ഏറെ പര്യാകുലരായി. ആ ബാലനെ കാണാതായതെങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഭാഗ്യവശാൽ ഒരു ദിവസം നാരദമുനി അവിടെ എത്തി. അനിരുദ്ധൻ കൊട്ടാരത്തിൽ നിന്ന് അപ്രത്യക്ഷനായ വിവരം കുടുംബത്തെ അറിയിച്ചു. ബാണാസുരന്റെ തലസ്ഥാനമായ ശോണിതപുരത്തേക്ക് അനിരുദ്ധനെ കൊണ്ടുപോയതും ബാണാസുരന്റെ ഭടന്മാരെ അനിരുദ്ധൻ തോൽപ്പിച്ചില്ലെങ്കിലും അവനെ ബാണാസുരൻ നാഗപാശം കൊണ്ടു ബന്ധനസ്ഥനാക്കിയതുമൊക്കെ നാരദൻ വിശദീകരിച്ചു. ഈ വാർത്തയും സംഭവങ്ങളും മറ്റു വിശദാംശങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. കൃഷ്ണനോട് യദുവംശത്തിലെ എല്ലാ ആളുകൾക്കും അത്യന്തം വാത്സല്യമായിരുന്നു. അവർ ഒത്തുചേർന്ന് ശോണിതപുരത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. പ്രദ്യുമ്നൻ, സാത്യകി, സാംബൻ, സാരണൻ, നന്ദൻ, ഉപനന്ദൻ, ഭദ്രൻ എന്നിവരുൾപ്പെടെ യദുവംശത്തിലെ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടി 18 അക്ഷൗഹിണി സൈന്യവ്യൂഹത്തെ സമാഹരിച്ചു. അവരെല്ലാം ഒരുമിച്ചു ചതുരംഗപ്പടയോടെ ശോണിതപുരം വളഞ്ഞു. പല പല വൻമതിലുകളും കവാടങ്ങളും സമീപസ്ഥലങ്ങളായ ഉദ്യാനങ്ങളും തകർത്തു. യാദവ സൈന്യം നഗരത്തെ ഉപരോധിച്ചിരിക്കുകയാണെന്നു ബാണാസുരന് അറിവുകിട്ടി. കോപിഷ്ഠനായ അയാൾ തുല്യശേഷിയുള്ള സ്വന്തം സൈന്യത്തോട് ഉടൻ ആക്രമികളെ നേരിടാൻ കൽപ്പിച്ചു. ബാണാസുരനോട് അത്യന്തം കാരുണ്യമുള്ള ശിവൻ ധീരന്മാരായ കാർത്തികേയൻ, ഗണപതി എന്നീ പുത്രന്മാരാൽ അനുഗതനായി തനിക്കു പ്രിയപ്പെട്ട നന്ദീശ്വരൻ എന്ന കാളയുടെ പുറത്തു കയറി. ഭഗവാൻ കൃഷ്ണനും ബലരാമനും എതിരായി പോർ നയിച്ചു. ശിവനും ശൂരന്മാരായ മക്കളും ഒരു വശത്ത്, പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണനും ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ബലരാമനും മറുവശത്ത്. എത്ര ഭീഷണമായിരിക്കും ആ യുദ്ധമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ യുദ്ധം കണ്ടവരൊക്കെ അന്തം വിട്ടുപോയി. അത്രയ്ക്കു കരാളമായിരുന്നു അത്. അവരുടെ ശരീരത്തിലെ രോമങ്ങൾ ഓരോന്നും എഴുന്നു നിന്നു.
ശിവനാണു ഭഗവാൻ കൃഷ്ണനോട് ഏറ്റുമുട്ടിയത്. പ്രദ്യുമ്നൻ കാർത്തികേയനെ നേരിട്ടു. ഭഗവാൻ ബലരാമൻ ഏറ്റുമുട്ടിയത് ബാണാസുരന്റെ സർവസൈന്യാധിപനായ കുംഭാണ്ഡനെയാണ്. കുംഭാണ്ഡനു സഹായിയായി കൂപകർണനുമുണ്ടായിരുന്നു. കൃഷ്ണന്റെ പുത്രൻ സാംബൻ ബാണാസുരന്റെ പുത്രനുമായിട്ടാണു യുദ്ധം ചെയ്തത്. ബാണാസുരൻ യാദവ സൈന്യാധിപനായ സാത്യകിയോടേറ്റുമുട്ടി. ഇപ്രകാരം യുദ്ധം മുറുകി. യുദ്ധവാർത്ത പ്രപഞ്ചം മുഴുവൻ പരന്നു. ഒരു ഭാഗത്തു ശിവനും അനുയായികളും, മറുഭാഗത്തു ഭഗവാൻ കൃഷ്ണനും അനുയായികളും ഇങ്ങനെ ചേരിതിരിഞ്ഞ് പരസ്പരം നടത്തുന്ന യുദ്ധം കാണാനുള്ള കുതൂഹലത്തോടെ മഹർഷിമാർ, പുണ്യാത്മാക്കൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ എന്നിവരോടൊത്ത് ഉപരിലോകങ്ങളിൽ നിന്ന് ബ്രഹ്മാവിനെപ്പോലുള്ള ദേവന്മാർ അവരവരുടെ ആകാശവിമാനങ്ങളിൽ കയറി യുദ്ധഭൂമിക്കു മുകളിൽ വട്ടമിട്ടു പറന്നു. ശിവൻ ഭൂതനാഥൻ എന്ന പേരിലാണറിയപ്പെടുന്നത്. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഡാകിനികൾ, പിശാചുകൾ, കൂശ്മാണ്ഡങ്ങൾ, വേതാളങ്ങൾ, വിനായകന്മാർ, ബ്രഹ്മരക്ഷസുകൾ. ഇക്കൂട്ടത്തിൽ ബ്രഹ്മരക്ഷസുകൾ ഏറെ ശക്തരാണ്. ബ്രാഹ്മണരുടെ പ്രേതങ്ങളെയാണു ബ്രഹ്മരക്ഷസുകളെന്നു പറയുന്നത്. എന്നിങ്ങനെ പാതാളലോകങ്ങളിലുള്ളവരും ശക്തന്മാരായ പ്രേതങ്ങളും സഹായികളായതുകൊണ്ടാണു ഈ പേരു വന്നത്. തൻ്റെ പുകഴ്പെറ്റ ശാർങ്ഗം എന്ന വില്ലുപയോഗിച്ച് ഇക്കണ്ട പ്രേതങ്ങളെ മുഴുവനും പരമപുരുഷനായ ഭഗവാൻ യുദ്ധഭൂമിയിൽ നിന്നു തുരത്തി. അപ്പോൾ ശിവൻ തൻ്റെ തിരഞ്ഞെടുത്ത ആയുധങ്ങൾ മുഴുവൻ ഭഗവാന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങി. പ്രത്യായുധങ്ങൾ കൊണ്ട് അവയെ മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ നിഷ്പ്രയാസം നേരിട്ടു. ഇന്നത്തെ അണ്വായുധത്തിനു സമാനമായ ബ്രഹ്മാസ്ത്രത്തെ അദ്ദേഹം മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ടു തടുത്തു. വായവ്യാസ്ത്രത്തെ പാർവതാസ്ത്രം കൊണ്ടും. യുദ്ധഭൂമിയിൽ പ്രചണ്ഡമായ കൊടുങ്കാറ്റു വിതയ്ക്കുന്ന ഒരസ്ത്രം ശിവൻ പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ കൊടുങ്കാറ്റിനെ തടയാൻ കഴിവുള്ള പാർവതാസ്ത്രം അയച്ചു. അതുപോലെ സർവനാശകമായ ആഗ്നേയാസ്ത്രത്തെ നേരിടാൻ ഭഗവാൻ കൃഷ്ണൻ ശക്തമായ പേമാരി പെയ്യിക്കാൻ കഴിവുള്ള മറ്റൊരസ്ത്രം പ്രയോഗിച്ചു. ഹരേ കൃഷ്ണ.